ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടാലും ഹൂതികൾക്ക് ഒരു മാപ്പും നൽകുകയില്ല, അവരുമായുള്ള യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോഴും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് വീണ്ടും ഒരു ആക്രമണം ലെബനനിൽ നേരെ ഉണ്ടാക്കുന്ന ഇസ്രായേൽ വീണ്ടും ഒരു യുദ്ധം ലെബനനുമായി നടത്താനും തയ്യാറാണ് എന്നാണ്. ഒരു മാസം മുൻപ് നെതന്യാഹു അത് ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്തു. അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണവുമായി ഹിസ്ബുള്ള സജീവമായ ലെബനനിൽ ഇസ്രായേൽ നേരിട്ട് യുദ്ധത്തിന് ഉടനിറങ്ങുമെന്ന സൂചന. 9 മാസമായി അതിർത്തിക്ക് ഇരുവശത്തും ആക്രമണങ്ങൾ ശക്തമാണ്. കഴിഞ്ഞ ദിവസം ലെബനനിലെ 2 ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഈ റിപ്പോർട്ട് ലെബനൻ പുറത്തുവിടുമ്പോൾ ലെബനന്റെ ആക്രമണത്തിൽ ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങളും ഇസ്രായേലും പുറത്തുവിടുകയാണ്. ഉമ്മുത്തൂത്ത് ഗ്രാമത്തിൽ 5 പേരും മറ്റൊരിടത്ത് 2 പേരുമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. കുഞ്ഞുങ്ങളുടെ കുരുതിയെ യുനിസെഫ് അപലപിക്കുകയും ചെയ്തു. ദക്ഷിണ ലെബനാനിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മേലെയാണ് ഇസ്രായേൽ ബോംബ് പതിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഗസയിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേൽ റോക്കറ്റ് ആക്രമണം ശക്തമാക്കുന്നുണ്ട്. ഇതുവഴിയും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇസ്രായേലിനും ഉണ്ടാകുന്നു. ഇതിന് പ്രതികാരം എന്ന പേരിലാണ് സിവിലിയന്മാർക്കുമേൽ ബോംബിട്ടത് എന്നാണ്, അതായത് ഈ ഹിസ്ബുള്ള നടത്തുന്ന നരനായാട്ടിനെതിരെ നടത്തുന്ന ഇസ്രായേൽ നടത്തിയ പ്രതികാരം എന്നാണ് ഈ സിവിലിയന്മാർക്കെതിരെ ബോംബിട്ടത് എന്നാണ് ഈ ഹിസ്ബുള്ള വിശദീകരിക്കുന്നത്. ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നത് വൈകാതെ തന്നെ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരം മുന്നറിയിപ്പുകൾ ഉയരുകയുമാണ്. ഇവിടെ യുദ്ധം ആരംഭിച്ചാൽ ഗസയിലെ കുരുതി ലോകമറിയാതെ പോകും എന്ന് മാത്രമല്ല, ഇതുവരെയും പിന്നാമ്പുറത്ത് നിൽക്കുന്ന US-ഉം ഇറാനും പരസ്യമായി രംഗത്തിറങ്ങുമെന്ന ആശങ്കയും നിലവിലുണ്ട്. അതായത് ഇസ്രായേലിനെ മുൻനിർത്തി US-ഉം ലെബനനെ മുൻനിർത്തി ഇറാനും നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ്. അതായത് ഇസ്രായേലും ലെബനനുമല്ല, ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരം ആശങ്കകളും ലോകമെമ്പാടുമുള്ള ജനതയ്ക്കുണ്ട്. ലെബനാനിൽ ആക്രമണം ഉണ്ടായാൽ സങ്കല്പിക്കാത്ത രീതിയിലായിരിക്കും മഹായുദ്ധമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് UN മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മാസങ്ങൾക്കിടയിൽ ലെബനാൻ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 543 പേരാണ് കൊല്ലപ്പെട്ടത്. ദക്ഷിണ ലെബനാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച 5 പേർക്ക് പുറമെ തൊട്ടു തലേന്ന് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ലെബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുന്നുവെങ്കിലും കൊല്ലപ്പെടുന്നത് സിവിലിയന്മാരാണ് എന്നത് രാജ്യത്ത് രോക്ഷം ശക്തമാവുകയാണ്. പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായാണ് ലെബനാൻ ഇത്ര രൂക്ഷമായ ആക്രമണത്തിന് ഇരയാകുന്നത്. അതേസമയം ഗസയിലെ ഇസ്രായേൽ വംശഹത്യ അവസാനിപ്പിക്കുന്ന നാളിൽ വടക്കൻ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തങ്ങളും അവസാനിപ്പിക്കുമെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത്. ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാകുന്നതിനിടെ ലെബനാനിൽ രൂക്ഷമായ പ്രത്യാക്രമണം നടത്താൻ തന്നെയാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്.